NTC മില്ലുകൾ അടച്ചുപൂട്ടിയിട്ട് 6 വർഷം. കോവിഡ് മഹാമാരിയെ തുടർന്നാണ് മില്ലുകൾ അടച്ചുപൂട്ടിയത്. ഇക്കാലയളവിലും മില്ലുകൾ തുറന്നുകൊടുക്കാത്തതിനാൽ തൊഴിലാളികൾ പട്ടിണിയിലാണ്. ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഇന്ത്യയിലാകെ നോക്കിയാൽ 23 എണ്ണമുണ്ട്. കേരളത്തിൽ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ഡേറ്റിൽ അടച്ചുപൂട്ടിയത് 5 അതിനു മുമ്പൊരു 15 കൊല്ലത്തിന് മുമ്പ് അടച്ച ഒരു മില്ല് കൂടിയുണ്ട്. കേരളത്തിൽ 6 എണ്ണം ഉണ്ട് മൊത്തം. കൊല്ലത്ത് പാർവതി മില്ല. ഇതുവരെ തുറക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ 35% കൂലി കഴിഞ്ഞ 2024 ഡിസംബർ വരെ കൊടുത്തു. അതിനുശേഷം ഒരു നയാ പൈസയും അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല. ഒരു ജീവനാംശം പോലും ഇല്ല. കോടതി ഉത്തരവിട്ട് 2016 അവർക്ക് ആനുവൽ ബോണസിന് അർഹതയുണ്ടെന്ന് തീരുമാനിച്ചു. കാരണം കമ്പനിയുടെ സ്റ്റാറ്റസ് റോഷർ എന്നുള്ള നിലയിലല്ല. അതുകൊണ്ട് ബോണസിന് അർഹതയെന്ന് തീരുമാനിച്ചു. കോടതി ഉത്തരവുണ്ടായിട്ടും അന്ന് മുതൽ ഇന്നേ വരെ ബോണസും കൊടുക്കാൻ തയ്യാറില്ല. ഓണക്കാലം അടക്കം വരികയാണ്. പട്ടിണിയാണ് ഈ സ്ഥാപനം. ഒരുപാട് പ്രശ്നങ്ങൾ. ഉള്ള തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല. നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മുറവിളികളും സമരങ്ങളും ഒക്കെ കേരളത്തിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിനേക്കാൾ ദയനീയമാണ്. തൊഴിലുമില്ല, വരുമാനമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ 23 മില്ലുകൾ 2020 മാർച്ച് 23 വരെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കോവിഡ് കഴിഞ്ഞ് NTC മില്ലുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ NTC മാനേജ്മെന്റും കേന്ദ്ര സർക്കാരും ഇതുവരെയും തയ്യാറായിട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് ഇതുവഴി തൊഴിലില്ലാതായത്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള മില്ലുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയോടും ആ മേഖലയിൽ ജോലിയെടുത്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികളോടുള്ള അവഗണനയാണ് ഇത്. മില്ലുകൾ അടച്ചതിനു ശേഷം 10,000-കണക്കിന് താൽക്കാലിക തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള വേതനവും ഇതുവരെയും നൽകിയിട്ടില്ല. സ്ഥിരം തൊഴിലാളികൾക്ക് തുക 2024 ഡിസംബർ വരെ നൽകിയിരുന്നു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ടെക്സ്റ്റൈൽ ഫെഡറേഷനും നിരന്തരം ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും അനുകൂലമായ നിലപാട് അവർ എടുത്തിട്ടില്ല. ഇത് തൊഴിലാളി വർഗത്തോടുള്ള കടുത്ത അവഗണന തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി സ്ഥാപനം പ്രവർത്തിക്കാത്തതുകൊണ്ട് മിഷനറിയെല്ലാം തുരുമ്പെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുവഴി സംഭവിച്ചത്. തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം ലഭിക്കുന്നില്ല. കൂടാതെ അത്യാവശ്യമായ ചികിത്സയും തൊഴിലാളി കുടുംബത്തിന് ലഭിക്കുന്നില്ല. PF-ൽ കൃത്യമായി പണമടക്കാത്തതുകൊണ്ട് EPF പെൻഷനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കണമെന്നും മിൽ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. 1946 പ്രവർത്തനമാരംഭിച്ച വിജയമോഹിനി മിൽസ് NTC 1973 ഏറ്റെടുത്തത്. 180 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. 200ഓളം കരാർ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് തൊഴിലാളികളുടെ 1 വർഷം നീണ്ടുനിന്ന പ്രതിഷേധത്തിന് ശേഷം വീണ്ടും തുറന്നു പ്രവർത്തിച്ചു. പക്ഷേ 45 ദിവസത്തെ പ്രവർത്തനത്തിനു ശേഷം അടച്ചുപൂട്ടി. ഇപ്പോൾ തൊഴിലാളികൾ ഒരു ഉപജീവന മാർഗവും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.